ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവിയും അതുപോലെ JDLSCD ഇവിടെ വന്നിട്ടുള്ള എല്ലാ ഉദ്യോഗസ്ഥർ നമ്മുടെ മാധ്യമ പ്രവർത്തകർ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അവലോകനം അതുപോലെ നിങ്ങളുടെ സംശയങ്ങൾ തീർക്കാൻ വേണ്ടിയാണ് ഈ പത്ര സമ്മേളനം നടന്നത്. അപ്പോൾ നമ്മുടെ ജില്ലയിൽ കാസർഗോഡ് ജില്ലയിൽ മൊത്തമായിട്ടുള്ള വോട്ടേഴ്സ് ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വോട്ടേഴ്സ് ആണ്. 11,12,190 ആളുകളുണ്ട്. അതിൽ മെയിൽ വോട്ടേഴ്സ് 5,24,022 ആളുകളും, ഫീമെയിൽ വോട്ടേഴ്സ് 5,88,156 ആളുകളും, ട്രാൻസ്ജെൻഡേഴ്സ് 12 ആളുകളും, പ്രവാസി വോട്ടർമാർ 129 ആളുകളുണ്ട്. അപ്പോൾ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് 6 വിതരണ കേന്ദ്രങ്ങളും, ബ്ലോക്ക് അടിസ്ഥാനത്തിൽ 6 വിതരണ കേന്ദ്രങ്ങളും, മുനിസിപ്പാലിറ്റികളിൽ 3 വിതരണ കേന്ദ്രങ്ങളും, 9 വിതരണ കേന്ദ്രങ്ങളാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മുടെ മെഷീൻസ് എല്ലാം കമ്മീഷനിങ് കഴിഞ്ഞ് ഇപ്പോൾ വിതരണ കേന്ദ്രങ്ങളിൽ സ്ട്രോങ് റൂമുകളിൽ വെച്ചിട്ടുണ്ട്. മറ്റന്നാൾ 10-ാം തീയതി രാവിലെ തൊട്ട് ഈ മെഷീൻസ് എല്ലാം പോളിംഗ് പാർട്ടീസ്ക്ക് നമ്മൾ കൈമാറും. അതിന്റെ ശേഷം പോളിംഗ് പാർട്ടീസ് എല്ലാം അവരുടെ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിക്കും. പോളിംഗ് ബൂത്തിലേക്ക് എത്തി നമുക്ക് 11-ാം തീയതി രാവിലെ 7 മണി തൊട്ട് 6 മണി വരേക്കാണ് ഇലക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ട്രെയിനിങ് വളരെ നല്ല രീതിയിലുള്ള ട്രെയിനിങ്, പോളിംഗ് പാർട്ടീസ് എല്ലാം ട്രെയിനിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ കമ്മീഷനിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പോലീസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജില്ലാ പോലീസ് മേധാവികളുണ്ട് വിശദീകരിക്കും. ജില്ലയിൽ 11-ാം തീയതി നടക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി 13 DYSP, 29 ഇൻസ്പെക്ടർ, 184 SI, ASI, 2100 SCPOമാർ, CPOമാർ കൂടാതെ സ്പെഷ്യൽ പോലീസ് ഓഫീസേഴ്സ് 467, 467 സ്പെഷ്യൽ പോലീസ് ഓഫീസേഴ്സ് നിയോഗിച്ചിട്ടുണ്ട്. കൂടാതെ ബാംഗ്ലൂരിൽ നിന്ന് RA കമ്പനി 97D ബാംഗ്ലൂരിൽ നിന്ന് ഇന്നലെ വൈകിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. ക്രമസമാധാന പ്രശ്നങ്ങൾ നേരിടാൻ ജില്ലയിൽ ഓരോ പോലീസ് സ്റ്റേഷൻ തലത്തിലും SHO ഇൻവെസ്റ്റിഗേഷൻ ടീം കൂടാതെ ലോ ആൻഡ് ഓർഡർ പാട്രോൾസും അതുപോലെ ഗ്രൂപ്പ് പാട്രോൾസ് രൂപീകരിച്ചിട്ടുണ്ട്. കൂടാതെ ഓരോ പോലീസ് സ്റ്റേഷൻ തലത്തിലും ഒരു സ്ട്രൈക്കിംഗ് പാർട്ടി ഉണ്ടാവും. 8 ഇലക്ഷൻ സബ് ഡിവിഷൻ തലത്തിലും ഒരു സബ് ഡിവിഷൻ സ്ട്രൈക്കിംഗ് ഫോഴ്സ് ഉണ്ടാവും. ജില്ലാ തലത്തിലും പല സ്ട്രൈക്കിംഗ് ഫോഴ്സ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയാസിൽ വെച്ചിട്ടുള്ളതാണ്. ജില്ലയിൽ മൊത്തമായിട്ട് 436 ബൂത്തുകളാണ് സെൻസിറ്റീവായിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. കൂടാതെ 97 ബൂത്തുകളാണ് ക്രിട്ടിക്കൽ ബൂത്തുകളായിട്ട് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ഈ ഭാഗങ്ങളിലും കൂടുതലായിട്ടുള്ള പോലീസിന്റെ ശ്രദ്ധയും പോലീസിന്റെ എണ്ണം കൂടുതലുണ്ടാവും. എവിടെ പ്രശ്നം വന്നാലും 4 നിന്ന് 5 മിനിറ്റുള്ളിൽ എത്താനുള്ള രീതിയിലാണ് നിലവിലുള്ള അറേഞ്ച്മെന്റ്സ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവും. കൂടാതെ കൊട്ടിക്കലാശം 9-ാം തീയതി നടക്കാൻ പോകുന്ന കൊട്ടിക്കലാശം ബന്ധപ്പെട്ടിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പോലീസ് സ്റ്റേഷൻ തലത്തിൽ മീറ്റിംഗ് വിളിപ്പിച്ചിരുന്നു. വേണ്ട നിർദ്ദേശങ്ങൾ ഇന്നലെ കൊടുത്തിട്ടുള്ളതാണ്. എല്ലാ രാഷ്ട്രീയ സംഘടനകളും കൃത്യമായി ആ നിർദ്ദേശങ്ങൾ പാലിക്കാൻ വേണ്ടി അഭ്യർത്ഥിക്കുന്നു. കൂടാതെ കൗണ്ടിംഗ് ദിവസവും കൗണ്ടിംഗ് കഴിഞ്ഞിട്ടുള്ള ആഹ്ലാദ പ്രകടനങ്ങൾ ബന്ധപ്പെട്ടിട്ടുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള പോലീസിന്റെ സ്കീംസ് റെഡിയാണ്. പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുള്ള സ്ഥലങ്ങൾ കൂടാതെ ആളുകളിന് കൃത്യമായി മനസ്സിലാക്കിയിട്ട് അവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ ഇലക്ഷൻ ദിവസങ്ങൾ എന്തെങ്കിലും പ്രശ്നം വന്നാൽ സ്വീകരിക്കുന്നതായിരിക്കും. തെരഞ്ഞെടുപ്പ് പ്രക്രിയ അവസാനിക്കുന്നതുവരെ യാതൊരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാകാതെ വളരെ സമാധാനമായി തെരഞ്ഞെടുപ്പ് നടത്താൻ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർക്കും പ്രവർത്തകരും സഹകരിക്കാനും അഭ്യർത്ഥിക്കുന്നു. കൂടാതെ ഞങ്ങളുടെ പോലീസ് ഇലക്ഷൻ കൺട്രോൾ റൂം 5-ാം തീയതി മുതൽ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. 24/7 ഒരു ഫോൺ നമ്പർ ഇതിലുള്ളതാണ്. നമ്പർ പോലീസ് ഇലക്ഷൻ കൺട്രോൾ റൂമിന്റെ നമ്പർ 9497928000 ആണ്. ഇലക്ഷൻ ബന്ധപ്പെട്ടിട്ട് പോലീസിന്റെ എവിടെയെങ്കിലും ക്രമസമാധാന പ്രശ്നങ്ങൾ ഉള്ളതോ എന്തെങ്കിലും പരാതികൾ ഉള്ള പോലീസ് ഭാഗമായിട്ടുള്ള എന്തെങ്കിലും പരാതികളുള്ള എങ്കിൽ ഈ നമ്പറിൽ വിളിക്കാൻ വേണ്ടി അഭ്യർത്ഥിക്കുന്നു. വെബ്കാസ്റ്റിംഗ് ഉണ്ടോ? വെബ്കാസ്റ്റിംഗ്
നമ്മുടെ പ്രശ്നബാധിത ബൂത്തുകളായിട്ടുള്ള 119 ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് ഉണ്ട്. അപ്പൊ അത് നമ്മള് JD ഓഫീസിന്റെ മുകളിലുള്ള കെട്ടിടത്തിലാണ് അതിന്റെ ഒരു കൺട്രോൾ റൂം നമ്മൾ വെച്ചിരിക്കുന്നത്. അതല്ലാതെ ഏതെങ്കിലും സ്ഥാനാർത്ഥിക്കോ ഏതെങ്കിലും ബൂത്തിൽ വെബ്കാസ്റ്റിംഗ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിലുള്ള ഒരു അമൗണ്ട് 6200 പ്ലസ് GST അടച്ചു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും, വെബ്കാസ്റ്റിംഗ് അറേഞ്ച് ചെയ്ത് കൊടുക്കും. എല്ലാ അഡ്മിനിസ്ട്രേഷനും പോലീസ് എന്നിട്ടാണ് സെൻസിറ്റീവ് ക്രിട്ടിക്കൽ ക്ലസ്റ്റേഴ്സ് ആയിട്ടുള്ളത്. ടോട്ടൽ 97 ക്രിട്ടിക്കൽ ബൂത്ത്സ് എന്ന് പറഞ്ഞു. അത് ക്ലസ്റ്റർ ആക്കി 52 ക്രിട്ടിക്കൽ ക്ലസ്റ്ററായി. എല്ലാ 119 വെബ്കാസ്റ്റിംഗിലെ ബൂത്തുകൾ ഈ സെൻസിറ്റീവിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. സെൻസിറ്റീവ് ക്രിട്ടിക്കൽ ഉൾപ്പെട്ട 119 എണ്ണമാണ് നമ്മൾ വേറെ സെപ്പറേറ്റ് വേറെ ഇതാക്കിയിട്ടാണ്. ഇല്ല, അത് ആക്ച്വലി 119 പറയുന്നത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ച് നമ്മൾ കൊടുത്തിട്ടുള്ളതാണ്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ച് കൊടുത്തിട്ടുള്ള പ്രശ്നബാധിത ബൂത്തുകൾ. അതല്ലാതെ ലോ ആൻഡ് ഓർഡർ പ്രശ്നം ഉണ്ടാകുന്ന ബൂത്തുകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് കുറച്ചും കൂടി ഇതായിട്ടുള്ള കാര്യങ്ങളാണ് ഈ 400. ടോട്ടൽ പോലീസ് സ്റ്റേഷൻ 1370. ബോർഡറിൽ സെക്യൂരിറ്റി അറേഞ്ച്മെന്റ് കൂടുതലുണ്ട്. ബോർഡറുകളിൽ സെക്യൂരിറ്റി ബോർഡർ സീലിംഗ് കർണാടക പോലീസ് മാംഗ്ലൂർ കമ്മീഷണർ കൂടെ DIG അദ്ദേഹം കണ്ണൂർ റേഞ്ച് DIG അദ്ദേഹം കഴിഞ്ഞ ആഴ്ച ഒരു മീറ്റിംഗ് നടത്തിയിരുന്നു. ഞാനും കാസർഗോഡ് ASP കണ്ണൂർ DIG മാംഗ്ലൂർ പോയിട്ട് കാര്യങ്ങളെല്ലാം സംസാരിച്ചിരുന്നു. ബോർഡർ സീലിംഗുമായി ടോട്ടൽ 30 ബോർഡറാണ് കാസർഗോഡുള്ളത്. 18 മേജർ ബോർഡർ, 12 മൈനർ ബോർഡർ. എല്ലാ ബോർഡേഴ്സിലും പോലീസിന്റെ സംവിധാനമുണ്ട്. കർണാടക പോലീസും ഈ ബോർഡേഴ്സ് നിരീക്ഷണമുണ്ട്. ഈ ഇത്തവണ സാധാരണഗതിയിൽ പോളിംഗിന്റെ തിരക്ക് കുറച്ച് കൂടാൻ സാധ്യതയുണ്ട്. അതായത് ബൂത്തുകളുടെ എണ്ണം കുറച്ചല്ല. ഇപ്പൊ രാത്രിയിലേക്ക് പോളിംഗ് നീണ്ടു പോകുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ക്രമീകരണം? അത് നമ്മുടെ ശ്രദ്ധയിലുള്ളതാണ്. 6 മണിക്ക് പോളിംഗ് അവസാനിപ്പിക്കുന്ന നമ്മൾ പറയുമ്പോൾ ചില കേസുകളിൽ 7-8 മണി വരെയൊക്കെ പോകാനുള്ള സാധ്യത നമ്മൾ കണക്കാക്കിക്കൊണ്ട് എല്ലാ പോളിംഗ് ബൂത്തുകളിലും നമ്മൾ ഈ ലൈറ്റിംഗ് അറേഞ്ച്മെന്റ് ഉൾപ്പെടെ ചെയ്യാനുള്ള നിർദ്ദേശം നമ്മൾ കൊടുത്തിട്ടുണ്ട്. വോട്ടർമാരെ 5 മണി വരെ ക്യൂവിലുള്ളതിന് ശേഷം വന്ന ആൾക്ക് വോട്ട് അല്ല, 6 മണിക്ക് ആരാണ് ക്യൂവിൽ അടിക്കുന്നുണ്ടോ 6 മണിക്കാണ് പോളിംഗ് അവസാനിപ്പിക്കുന്നത്. സോ 6 മണിക്ക് പോളിംഗ് സ്റ്റേഷൻ ആ ഒരു പരിസരത്തില് 6 മണിക്ക് ആരൊക്കെ ഉണ്ടോ അവർക്ക് നമ്മൾ ടോക്കൺ കൊടുക്കും. ടോക്കൺ കൊടുത്ത് ഗേറ്റ് അടച്ചിട്ടാണ് ടോക്കൺ കൊടുക്കുന്നത്. ഗേറ്റ് അടച്ച് ടോക്കൺ കൊടുക്കും. ആ ടോക്കൺ വാങ്ങി എല്ലാവർക്കും വോട്ടിടാം. 6 മണിക്ക് ശേഷം ആ പരിധിയിൽ ആ പോളിംഗ് സ്റ്റേഷന്റെ ആ ഒരു ക്യൂവിൽ നിൽക്കുന്നവർക്ക് മാത്രമേ ആ ടോക്കൺ കിട്ടും. കറക്റ്റ് 6 മണിക്ക് നമ്മൾ ടോക്കൺ കൊടുക്കും. അതിനുശേഷം 6:02 ഒരാൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ കൊടുക്കാൻ പറ്റത്തില്ല. ആ ടോക്കൺ കിട്ടിയ ആളുകൾ മാത്രമേ പിന്നീട് അവരെല്ലാം വോട്ട് ചെയ്യുന്നവർക്കും സമയം നമുക്ക് ഉണ്ടാവും. ഇതിന് നിയമം കൃത്യമായിട്ട് പറയുന്നുണ്ട്. കൃത്യമായിട്ട് പ്രൊസീജിയർ ഉണ്ട്. ഇത് പോളിംഗ് സ്റ്റേഷൻ ആണ്. ഇവിടെ ഒരു 10 ആളുകൾ നിൽക്കുന്നുണ്ട്. നമ്മൾ ടോക്കൺ കൊടുക്കുന്നുണ്ട്. കറക്റ്റ് ടോക്കൺ കൊടുത്ത് കഴിഞ്ഞു. പിന്നെ ഒരാള് അതിനുശേഷം നമുക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അയാൾ കയറ്റാൻ പറ്റത്തില്ലല്ലോ. 500 വോട്ടർമാരുള്ള ബൂത്ത് ഉണ്ട്. അപ്പൊ ഒരു ബൂത്തിൽ ഇങ്ങനെ ക്യൂ കൂടൂല? ഇല്ല, അത് നമുക്ക് നമ്മൾ കൃത്യമായിട്ട് മോണിറ്ററിംഗ് ചെയ്യില്ലേ. രാവിലെ തൊട്ട് പോൾ മാനേജർ ആപ്പില് കൃത്യമായിട്ടുള്ള പോളിംഗ് പെർസെന്റേജ് നമുക്കറിയാം. ഇനി എത്ര ആളുകൾ വരുന്ന കണക്ക് നമുക്കറിയാം. അതനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാവും. അതെ, അതുകൊണ്ട് എല്ലാ ബ്ലോക്കുകളിലും റിസർവ് മെഷീൻസ് വെച്ചിട്ടുണ്ട്. അത് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ സെക്ടർ ഓഫീസർമാരുണ്ട്. അവർ കയ്യിലാണ് ഈ റിസർവ് ഉള്ളത്. അവർ പോയി ഉടനെ കാര്യങ്ങൾ ചെയ്ത് ഇതാക്കി തരും. കമ്മീഷനിങ് നടക്കുമ്പോൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അത്ര പ്രശ്നം വരാനുള്ള സാധ്യത കുറവാണ്. എത്ര ജീവനക്കാരെയാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കുന്നത്? ആകെയുള്ള പോളിംഗ് ഉദ്യോഗസ്ഥർ
6584, അതില് വനിതാ ഉദ്യോഗസ്ഥർ 3995, പുരുഷ ഉദ്യോഗസ്ഥർ 2589. സ്ത്രീകൾ മാത്രം പോളിംഗ് ഉദ്യോഗസ്ഥരായിട്ടുള്ള ബൂത്തുകൾ 179. ആ ഡീറ്റെയിൽസ് ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ തരാം. എല്ലാ ഡീറ്റെയിൽസ് നമ്മുടെ കൺട്രോൾ റൂമിൽ എന്തെങ്കിലും ലോ ആൻഡ് ഓർഡർ പ്രശ്നമുള്ള പരാതികൾ വന്നിട്ടുണ്ടോ ഇതുവരെ ഹാൻഡിൽ ചെയ്ത് തുടങ്ങിയിട്ട്? ഇതുവരെ കൺട്രോൾ റൂം ആയിട്ട് പറഞ്ഞിട്ടില്ല. സ്റ്റേഷൻ തലത്തിൽ പരാതികൾ പറഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള പോലീസിന്റെ ആക്ഷൻ എല്ലാ സംഭവത്തിലും കേസെടുക്കുന്നതായി ചെയ്തു. ഈ റൂട്ട് മാർച്ച് ഉണ്ടാവോ? കാനങ്ങളുടെ റൂട്ട് മാർച്ച് ഉണ്ടായിരുന്നു. ഇന്നും 4 റൂട്ട് മാർച്ച് ഉണ്ടാവും. ഇന്നലെ വൈകിട്ട് 6 കൂടെ റൂട്ട് മാർച്ചസ് പല സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയാസ് എല്ലാ ഏരിയാസിലും റൂട്ട് മാർച്ചസ് നടത്തി. ക്യാമറമാർക്ക് ഈ പ്രശ്നബാധിത ബൂത്തുകൾ ഏതൊക്കെയാണെന്ന് പറയാൻ പറ്റും? അത് പറയാൻ പറ്റത്തില്ലല്ലോ, നിയമപ്രകാരം പറയാൻ പാടില്ല. സെൻട്രൽ ഫോഴ്സിന്റെ ആരൊക്കെ ഒരു കമ്പനിയാണ് വന്നത്. നമ്മളെല്ലാവർക്കും പറയാനുള്ളത്, ഇതൊരു തദ്ദേശീയമായിട്ട് നടക്കുന്ന ഇലക്ഷൻ ആണ്. ഒരുപാട് സ്ഥാനാർത്ഥികളും തദ്ദേശം ഒരു വാർഡിലും ഉള്ള ഒരു കണ്ടസ്റ്റ് നടക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഒരുപാട് ലോ ആൻഡ് ഓർഡർ ഇഷ്യൂസ് വരാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ പരമാവധി എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നമ്മൾ പോലീസ് ഡിപ്പാർട്ട്മെന്റ് എല്ലാവരും എടുത്തിട്ടുണ്ട്. പക്ഷെ ജനങ്ങളും സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും നല്ല രീതിയിലുള്ള സഹകരണം ഉണ്ടാവണം. നമ്മുടെ നാട് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. ഈ ഒരു ജനപ്രതിനിധികളാണ് അടുത്ത് ഉള്ള 5 വർഷം ഭരിക്കാൻ പോകുന്നത്. അപ്പൊ അവർക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. ഇതിലുള്ള ഓരോ സ്ഥാനാർത്ഥിയും രാഷ്ട്രീയ പാർട്ടികളും വളരെ നല്ല രീതിയിൽ സഹകരിച്ചുകൊണ്ട് ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാകാത്ത രീതിയിൽ ജനങ്ങളുടെ സ്വത്തിനും ജീവനും ഒരു ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ നല്ല ഒരു കോപ്പറേഷൻ നമ്മളോട് കൊടുക്കണം. എന്നാൽ മാത്രമേ ഇലക്ഷൻ നല്ല രീതിയിൽ ഒരു വിജയകരമായിട്ട് നമുക്ക് നടത്താൻ കഴിയും. നിങ്ങളുടെ സഹകരണം, ഒരാളുടെ സഹകരണവും വളരെ അത്യാവശ്യമായിട്ട് അപേക്ഷിച്ചുകൊണ്ട് ഈ ഒരു പത്രസമ്മേളനം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.